ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീദസാദനം പ്രണോ ദേവി സരസ്വതി വാജേഭിർവാജിനേവതി ധീനാമവിത്രയവദോ ഗണേശായ നമഃ സരസ്വത്यै നമഃ ശ്രീഗുരുഭ്യോ നമഃ ഹരിഃ ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സാധാരണ എല്ലാ ഗുരുക്കന്മാരും പറയും രാമൻ ജനിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണെന്ന്. എന്ന് വെച്ചാൽ എന്താണ് രാമൻ ജനിക്കേണ്ടത് ഉള്ളിലാണെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാമൻ ആചരിച്ച് കാണിച്ചു തരുന്നതാണ് ഒരു പുത്രൻ്റെ ധർമ്മം എന്താണ്, പിന്നെ അച്ഛനോടുള്ള ധർമ്മം, അമ്മയോടുള്ള ധർമ്മം, അച്ഛൻ്റെ സപത്നികളോടുള്ള ധർമ്മം, പിന്നെ അതുപോലെ ഈ സകല ചരാചരങ്ങളുടെയും കൂടെയുള്ള ധർമ്മം, അത് കഴിഞ്ഞ് ഭാര്യാധർമ്മം, സഹോദരധർമ്മം, ഇങ്ങനെ പലതും രാമൻ എല്ലാ ധർമ്മങ്ങളും ഒരു മനുഷ്യനായി ജനിച്ചാൽ എന്തൊക്കെ ധർമ്മങ്ങളാണ് ആചരിക്കേണ്ടതെന്ന് രാമൻ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ എന്താണ് പുത്രധർമ്മം എന്ന് പറഞ്ഞാൽ, നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു ഉത്തമപുത്രനായി. പുത്രധർമ്മം എന്ന് പറഞ്ഞാൽ അച്ഛന് ഉപദേശം കൊടുക്കാനുള്ള ആ ഒരു തലത്തിലേക്ക് മകൻ ഉയർന്നിട്ടുണ്ടായിരിക്കണം. പിന്നെ അച്ഛൻ പറയാതെ അച്ഛനും അമ്മയ്ക്കുമുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു മനസ്സുള്ള പുത്രനായിരിക്കണം. അപ്പോൾ കാട്ടിലേക്ക് പോകാൻ കൗസല്യാദേവി സമ്മതിക്കാതിരിക്കുമ്പോൾ രാമൻ അമ്മയ്ക്ക് ഉപദേശം കൊടുത്തിട്ടാണ് കാട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നത്. അതുപോലെ അച്ഛൻ്റെ തീരുമാനം കേട്ട് ക്ഷിപ്രകോപിയായ ലക്ഷ്മണൻ കോപാഗ്നിയാൽ ജ്വലിക്കുമ്പോൾ സഹോദരന് ഒരു പുത്രൻ്റെ ധർമ്മം എന്താണെന്ന് ഉപദേശിച്ചു കൊടുത്തിട്ടാണ് ശ്രീരാമൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്, ലക്ഷ്മണോപദേശം. അത് കഴിഞ്ഞിട്ട് കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ശ്രീരാമൻ്റെ ജനനം തന്നെ ഭൂമിദേവിക്ക് ഭാരം കൂടിയതുകൊണ്ട് ദേവകൾ അർത്ഥിച്ചത് കൊണ്ട് അവതാരം എടുക്കുന്നതാണ്. അവതാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? പുത്രകാമേഷ്ടിയിലൂടെയാണ്. അയോനിജ എന്ന് ദേവിയെ പറയുന്നുണ്ട്. അതായത് ഒരു യോനിയിലല്ല ദേവി ജനിക്കുന്നത്, ഭൂമിയിൽ നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രീരാമൻ്റെ ജനനവും പുത്രകാമേഷ്ടി യാഗം കഴിയുമ്പോൾ ആ പായസം കഴിച്ചത് കൊണ്ടാണ് കുട്ടി ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അവതാരങ്ങളെല്ലാം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു കുട്ടിയായിരുന്നപ്പോൾ തന്നെ കാട്ടിലെല്ലാം പോയി ഋഷിമാരുടെ ഉള്ള ധർമ്മം അല്ലെങ്കിൽ ഒരു യുവരാജാവിൻ്റെ ധർമ്മം എല്ലാം നിർവഹിച്ചതിന് ശേഷമാണ് മിഥിലയിൽ പോയി വൈദേഹിയെ കല്യാണം കഴിക്കുന്നത്. വൈദേഹിയെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഭർത്താവിൻ്റെ ധർമ്മം എന്താണെന്ന് രാമൻ ആചരിച്ച് കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് വീണ്ടും കാട്ടിലേക്ക് പോകുമ്പോൾ സകല ജീവികളോടും ഭൂതദയുള്ള ഒരു രാമനെയാണ് നമ്മൾ കാണുന്നത്. വാനരന്മാർക്ക്, രാക്ഷസന്മാർക്ക്, പിന്നെ കിരാതന്മാർക്ക്, ഇങ്ങനെ എന്തൊക്കെ ജീവിവർഗമുണ്ടോ അവർക്കെല്ലാം ഭഗവാൻ ദർശന, സ്പർശന, സംഭാഷണ, മോക്ഷ ഐശ്വര്യങ്ങൾ അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമ്മുടെ ഉള്ളിൽ ശ്രീരാമൻ ജനിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കും ഈ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവികളെയും അക്സെപ്റ്റ് ചെയ്യാനും അവയോട് ഇണങ്ങിക്കഴിഞ്ഞു പോകാനുള്ള മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. അല്ലാതെ ശ്രീരാമൻ ജനിക്കുക എന്ന് പറഞ്ഞാൽ
വേറൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രാമൻ്റെ പേര് പറഞ്ഞ് ഒരുപാട് അനീതികൾ നടക്കുന്ന ഒരു കാലമാണ്. അതെന്തുകൊണ്ടാണ്? ഇതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് വെറുതെ പരസ്പരം കലഹിക്കാനും എല്ലാം തയ്യാറാവുന്നത്. യഥാർത്ഥത്തിൽ ആരോടും കലഹിക്കേണ്ട കാര്യമില്ല. പല സമയത്തായിട്ട് എല്ലാവരും ഒരേ ഒരു ചൈതന്യത്തിൽ നിന്ന് ജനിച്ച് പല വഴിയിലേക്ക് തിരിഞ്ഞു പോയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരേ സഹോദരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇവിടെ കലഹത്തിൻ്റെയോ കലാപത്തിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് രാമൻ ജനിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണെന്ന്. ആ ഒരു സ്നേഹം, ദയ, കരുണ, കടപ്പാട് ഇതെല്ലാം നമ്മൾ ശ്രീരാമൻ ദേവനിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അല്ലാതെ കർക്കിടകം ആകുമ്പോഴത്തേക്കും രാമായണം വായിച്ചിട്ട് നേരെ ചെന്ന് കുറേ ആളുകൾക്ക് ദ്രോഹം ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് ഇതറിഞ്ഞ് പറഞ്ഞു കൊടുക്കണം. നമ്മളെല്ലാം ഒരേ ചൈതന്യത്തിൻ്റെ അംശമാണ്. ഇതാരും പറഞ്ഞു കൊടുക്കില്ല. വെറുതെ ആ പുസ്തകം തത്ത പറയണ പോലെ ഇങ്ങനെ വായിച്ച് വയ്ക്കുക. അതിലെന്താണ് ഒരു വരി പോലും അതിൽ മനസ്സിലാക്കാനോ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ 64 കലകൾ ദേവി ആവിഷ്കരിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഒരു 10-20 കലകളൊക്കെ എല്ലാവരുടെ കയ്യിലും കാണും. അത് 64 കലകൾ ഇതാണ് ഈ കിടക്ക വിരിക്കുന്നത്, ചാറുകൾ അല്ല ഈ കയ്യിലൊക്കെ ഇങ്ങനെ, അത് മൈലാഞ്ചി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്, ചിത്രപ്പണി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ 64 കലകൾ ദേവി ആവിഷ്കരിച്ചതാണ്. അപ്പോൾ ഇതിലൊരു 10 കാര്യങ്ങളെങ്കിലും എല്ലാവർക്കും അറിയായിരിക്കും. ഒരു കരവിരുതും അറിയാത്ത ഒരു മനുഷ്യരും ഭൂമിയിൽ, അതായത് അതിലൂടെ ദേവി നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഭൂമിയിൽ എല്ലാവരും കഴിവുള്ളവരാണ്. അപ്പോൾ പിന്നെ അത് പുറത്ത് വരാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളും പരിതസ്ഥിതിയും ഒക്കെ കൊണ്ടാവും. അപ്പോൾ നല്ല കഴിവുള്ള ഒരാളിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവില്ല. അവർക്ക് ചിലപ്പോൾ അത്രയും ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കില്ല. പക്ഷേ നമുക്ക് ഉള്ളവരിൽ നിന്ന് മറ്റൊരാളിനെടുത്ത് സഹായിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിൻ്റെ എല്ലാം നമ്മുടെ എല്ലാവരുടെയും പിതാവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാതാവും പിതാവും എന്ന് പറയുന്നത് ആ പരബ്രഹ്മം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും. അല്ലാതെ നമ്മൾ ഉയർന്നു വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി എപ്പോഴാണെങ്കിലും അത് ഉയർന്നു വരിക തന്നെ ചെയ്യും. അപ്പോൾ അതുപോലെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ എപ്പോഴും പറയും ഒരു വലിയ റെസിഡൻസ് ഏരിയയൊക്കെ നിലനിർത്തുന്നത് ഈ തെരുവുകളാണെന്ന് പറയും. എന്തുകൊണ്ടാണ്? ഈ റെസിഡൻസ് ഏരിയയിൽ വരുന്ന തുണി അയൺ ചെയ്യാനുള്ളത്, അലക്കാനുള്ളത്, വീട് ക്ലീനാക്കി വെക്കുന്നത്, ഈ പണികളെല്ലാം വന്ന് ചെയ്തു തരുന്നത് ഈ സ്ലംസ് എന്ന് പറയുന്ന ഈ തെരുവുകളിലുള്ള ആൾക്കാർ, ഈ ചെറിയ കോളനികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്തു തരുന്നത്. എന്നിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൂടെ, ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നതെന്ന്. ഈ കാശ് കൂടുതലുള്ള ആളിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്രമം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വളരെ വില കൂടിയ ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും അല്ലേ? അതിനേക്കാൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതായിരിക്കും നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഈ കോളനിയിലൊക്കെ വളരുന്നത്. അങ്ങനെയാണ് അവർ ആ പ്രകൃതിയോടിണങ്ങി പോരടിച്ച് എന്താ പറയുക, പ്രതികൂല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അതിലെങ്ങനെ പ്രതിരോധിക്കണം, അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് അറിഞ്ഞ് വളരുന്നത് കൊണ്ടാണ് അവർ ഒരിടത്തും തോറ്റുപോയില്ല. എല്ലായിടത്തും അവർ ജയിച്ച് തന്നെ പോകുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയൊരു വട്ടം വരച്ച് അതിനകത്ത് കുട്ടികളായിട്ട് വളർത്തുന്നത് കൊണ്ടാണ് അവരെവിടെ പോയാലും ജയിക്കാൻ കുറേ കഷ്ടപ്പെടുന്നത്. അതേസമയം ഈ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ വരുന്ന കുട്ടികളാണ് മനഃശക്തി ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളെ ഒരു ഭീരുക്കളായിട്ടല്ല വളർത്തേണ്ടത്. കുറേയൊക്കെ അവരെ സ്വതന്ത്രരാക്കി വിട്ട് ഈ കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു പോകാൻ അവരെ പ്രാപ്തരാക്കി എടുക്കുകയാണ് വേണ്ടത്.
അതിന് നമ്മൾ കൊടുക്കേണ്ടത് ആ മനഃശക്തി അല്ലെ ആത്മശക്തിയാണ് നമ്മൾ ഉണർത്തി കൊടുക്കേണ്ടത് അവർക്ക്. അതുപോലെ നമുക്ക് എല്ലാവരെയും ചെന്ന് സഹായിക്കാൻ പറ്റില്ല. ഒരാളിനെ നമുക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ കാശായിട്ട് സഹായിക്കുന്നതിനേക്കാൾ നല്ലതാണ് അവർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അവർ സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അവർ സ്വതന്ത്രരായി കഴിഞ്ഞു അല്ലേ. പിന്നെ അവർക്ക് ഈ ജീവിത യാത്രയെന്ന് പറയുന്നത് വളരെ സുഗമമായിക്കൊള്ളും. അതേസമയം നമ്മൾ അവരെ കാശ് കൊടുത്ത് എത്ര നാൾ സഹായിക്കും? അതുപോലെ തന്നെ പിന്നെ ഈ സഹായം കൊടുക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. അവർ നമ്മളെക്കാൾ ഉയർന്നു പോകുമോ എന്ന് പേടിയുള്ള ആ ഒരു സ്വാർത്ഥത കൊണ്ടുകൂടിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും സഹായിക്കുമ്പോൾ നിസ്വാർത്ഥമായിട്ട് സഹായിച്ചാൽ നിസ്വാർത്ഥമായി നമുക്ക് തിരിച്ചും സഹായം കിട്ടും എന്നുള്ളതാണ് രാമായണം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരേണ്ട തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ രാമായണം വായിക്കാൻ. അല്ലാതെ വെറുതെ 30 ദിവസം കൊണ്ട് വായിച്ച് തീർക്കാനുള്ള ഒന്നല്ല രാമായണം. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ള ആ തത്വം ഉൾക്കൊണ്ട് വായിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇപ്പോൾ രാമായണം വായിച്ചാൽ അധ്യാത്മ രാമായണം അധ്യാത്മരാമായണം വായിക്കുന്നവർക്ക് അധ്യാത്മജ്ഞാനം ഉണ്ടാകുമെന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ അധ്യാത്മജ്ഞാനം എന്ന് പറയുന്നത്? എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെ ആരോടും കലഹിക്കാതെ എല്ലാ ജീവികളോടും സകല ചരാചരങ്ങളോടും ഒത്തുചേർന്ന് പോകുന്നതാണ് രാമതത്വം. ഇതാണ് അധ്യാത്മ ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. ഇത് വളരെ കാലത്തെ ശ്രമം കൊണ്ട് മാത്രമേ ഉറച്ചു കിട്ടുള്ളൂ. നമ്മളെല്ലാവരും ആ വഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രികരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓം ശ്രീ സായിരാം.